പരിശുദ്ധനായവൻ ദർശനം നൽകണേ മിശിഹായേ എന്നും പരിശുദ്ധനായവൻ പാപമുലകിൽ വാസം ചെയ്യും യേശു തന്നെ ജീവനം പാപമുലകിൽ വാസം ചെയ്യും യേശു തന്നെ ജീവനം ഈരോടും ഗരോടും ധനമോടും കൊയിലോണിയം 2K26 ജീവിതത്തിൽ നമ്മുടെ ഈ കുടുംബത്തിലുള്ള ഈ ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളും ഒന്നു ചേരുമ്പോഴാണ് ഇടവകയാകുന്നത്. ഇടവക ദിനമാണെന്ന് അതിനോടൊപ്പം ഇന്ന് ആഗോള തലത്തിൽ മാതൃദിനമായിട്ട് കൊണ്ടാടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇടവകയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സൺഡേ സ്കൂളിൻ്റെയും ഭക്തസംഘങ്ങളുടെയും മറ്റ് പരീക്ഷ സംസ്കാര സഹായ സംഘം തുടങ്ങിയിട്ടുള്ള എല്ലാ സംഘങ്ങളുടെയും സഹകരണത്തോടെയുള്ള ഇടവക ദിനാഘോഷം കൊയിലോണിയ 2K26 ഇന്ന് നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. ദേശങ്ങളും ജനതകളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്തു. അങ്ങനെ ആ വിളിക്ക് പിറകെ ഇറങ്ങിപ്പുറപ്പെട്ട വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിലൂടെ ദൈവം രൂപപ്പെടുത്തിയ ഒരു ക്രിസ്തീയ കുടുംബത്തിൻ്റെ ദൗത്യം
ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം എന്താണെന്ന് ഈ അബ്രാഹത്തിന്റെ കുടുംബത്തിലൂടെ ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ്. ദേശത്തിന്റെ അനുഗ്രഹമായി മാറേണ്ടവനാണ് ഓരോ ക്രിസ്ത്യാനിയും. നമ്മിലൂടെ, നമ്മുടെ കുടുംബത്തിലൂടെ ദേശത്തുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള വ്യക്തികളെ യേശു ക്രിസ്തുവിനെ ലോകത്തിന് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. യോശുവ ഇവിടെ പറയുന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഈ ദൈവത്തിന്റെ അബ്രാഹത്തോട് പറഞ്ഞ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നസറത്തിലെ തിരുക്കുടുംബത്തിലാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന്റെ കുടുംബത്തിലൂടെ ആരംഭിച്ച് വിശ്വാസത്തിന്റെ നാഥനായ യേശു ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന ഈ രക്ഷ പ്രവർത്തിച്ചു വരുന്ന പാവനീയങ്ങളുടെയും സഹകരണങ്ങളുടെയും മതബോധങ്ങളുടെയും സംയുക്ത വാർഷിക യോഗത്തിൽ സംബന്ധിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികർക്കും സന്യസ്തർക്കും മറ്റ് വിശിഷ്ടാതിഥികൾക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഇടവക സമൂഹത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി. 10 ദിവസം പള്ളി ആഘോഷിച്ചു. അതിനുശേഷം ഓരോ യൂണിറ്റുകളിലേക്കും മാറാനിലേക്കും കൊണ്ടുപോയി വിശ്വാസ പരിശീലന ഭാഗം കുട്ടികളെ സന്മാർഗ ബോധത്തിലും വിശ്വാസ തീക്ഷ്ണതയിലും വളർത്തിക്കൊണ്ടുവരുവാൻ വിശ്വാസ 270 രൂപയും പ്രവർത്തനങ്ങളുടെ മാതൃക ലോകമെമ്പാടും കാഴ്ചവെക്കുന്ന അൽമായ സംഘടനയായ വിൻസെന്റ് കൂടിയാണ് ബഹുമാനപ്പെട്ട പോളച്ചന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ തലവെടുക്കൊണ്ട് വന്നിട്ട് 2 മാസം കഴിഞ്ഞുള്ളൂ. ഈ പ്രദേശമൊക്കെ എൻ്റെ നാട് തന്നെ ആയതുകൊണ്ട് പരിചയമുണ്ട്. എങ്കിലും കൂടുതലായി പരിചയപ്പെട്ടു വരുന്നേ ഉള്ളൂ. പുതിയതിനെക്കുറിച്ച് എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു സ്ഥലമാണ്. ഒത്തിരിയേറെ കേട്ടിട്ടുണ്ട്. വരൂരാനച്ചൻ്റെ പാദമുദ്ര പതിച്ച ഓരോ മൺതരികളെയും കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമാണ്. വന്നപ്പോൾ മുതൽ ലിംഗാരന്മാരും വൈശ്യന്മാരും ഒക്കെ വരൂരാനച്ചൻ ചെയ്ത സൽപ്രവൃത്തികളെ കുറിച്ച്, അനുഗ്രഹീതമായ വർഷങ്ങളെ കുറിച്ച്, പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ വിവരിക്കുകയുണ്ടായി. ഒരു കൂട്ടായ്മയും എവിടെയും ഉണ്ടാകില്ല. കുടുംബങ്ങളിൽ അതുണ്ടോ, വ്യക്തികളിൽ അതുണ്ടോ, ബന്ധങ്ങളിൽ അതുണ്ടോ എന്ന് മാത്രമാണ് ആദ്യമേ ആത്മപരിശോധന ചെയ്ത് നോക്കേണ്ടത്. എവിടെയെങ്കിലും പരാതിയും പരിഭവവും ഉണ്ടെങ്കിൽ അവിടെ കൂട്ടായ്മയില്ല. മാത്രമാണ് കുടുംബമാകുന്നത്. കുടുംബങ്ങൾ കൂടുന്ന ഒരു വലിയ കുടുംബത്തിന്റെ ഇടവക ദിനമായിട്ടാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. ഇടവക ദിനത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നേരുന്നു. പറഞ്ഞാൽ പിന്നീട് തുടരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇനി തുടരാൻ സാധിക്കാത്ത രീതിയിൽ സിസ്റ്ററിന് സ്ഥലം മാറ്റം കിട്ടിയിരിക്കുകയാണ്. സിസ്റ്റർ കൊരട്ടി കോൺവെന്റിലേക്ക് മാറുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രധാന അധ്യാപകരായി പ്രവർത്തിച്ചിരുന്ന സിസ്റ്റർ സിസ്റ്റർ ടെസ എസ്, കൂടാതെ അധ്യാപികയായിരുന്ന സിസ്റ്റർ കൊച്ചുത്രേസ്യ എസ് ഇവിടെ നിന്ന് നിസ്തുലമായ സേവനത്തിന് ശേഷം സ്ഥലം മാറി പോവുകയാണ്. ഇടവകയുടെ യാത്രാമംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമ്മുടെ സ്നേഹോപകാരം സ്വീകരിക്കുന്നതായി സിസ്റ്റേഴ്സിനെ രീതിയിലേക്ക് ക്ഷണിക്കുന്നു.
സ്നേഹിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്ത മക്കൾക്കും അതുപോലെ തന്നെ ദൈവത്തിന്റെ ഏറ്റവും വലിയ വരദാനമായ അമ്മ ആകുവാനുള്ള ഭാഗ്യം ലഭിച്ച അമ്മമാർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി ഹൃദയം നിറഞ്ഞ മാതൃദിന ആശംസകൾ നൽകുകയാണ്. ഒരു ഇടവകയുടെ ശക്തി എന്നാൽ ആ ഇടവകയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും അതുപോലെ തന്നെ കുടുംബങ്ങളുമാണ്. നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ എങ്ങനെയാണെന്ന് നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്തിട്ട് പോയ സേവ്യർ അവളെ വിവരിക്കുകയുണ്ടായി. ആ ക്രിസ്തുനാഥൻ വിഭാവനം ചെയ്ത ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന കുടുംബങ്ങളായി തീരട്ടെ നമ്മുടെ കുടുംബങ്ങൾ എന്ന ഇടവക ദിനത്തിന് ആശംസിക്കുകയാണ്. ആ വിരുന്ന് ആസ്വദിക്കാനായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ വലിയ പ്രസംഗത്തിന് പ്രശസ്തിയില്ലെന്ന് ഞാൻ ഇപ്പം മനസ്സിലാക്കുകയാണ്. എങ്കിലും വേണ്ടാതെ ഈ ഇടവകയിൽ നിങ്ങളെല്ലാവരും വളരെ കഷ്ടപ്പെട്ട് എൻ്റെ സഹോദരങ്ങൾ എന്നെ ഒരു നല്ല ഇലക്ഷനെ വിജയിപ്പിച്ചു. എന്നോടൊപ്പം നിന്ന് എന്നെ സഹകരിച്ച എല്ലാവർക്കും ആദ്യം നന്ദി പറയുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വേദി ഇവിടെ കിട്ടിയത്, ഇങ്ങനെ ആദരവ് കിട്ടിയത്. നിങ്ങളെ എൻ്റെ ഒപ്പം ഒരു കയറ്റാനായിട്ട് എന്നോട് കൂടെ എൻ്റെ പ്രവർത്തനങ്ങൾ നല്ലതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു ദീർഘദർശനമുള്ള മനുഷ്യരാണ് മനസ്സിലാക്കിക്കൊണ്ട് എന്നോടൊപ്പം നിന്നുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വേദിയിൽ അങ്ങനെ എല്ലാം വോട്ട് ചെയ്ത എല്ലാവർക്കും ഈ സമയം വളരെ ആദരവോട് നന്ദി അറിയിക്കുകയാണ്. നന്ദി പറയുക എന്നുള്ളതാണ്. മനോഹരമായ റോസപ്പൂ വിളമ്പി നിൽക്കുമ്പോൾ ആ റോസപ്പൂവിൻ്റെ സുഗന്ധം ആസ്വദിച്ച് നിൽക്കുന്ന നമുക്കെല്ലാവർക്കും നല്ല പൂവിൻ്റെ മണം കേൾക്കാൻ നമ്മളെല്ലാവരും ആസ്വദിക്കും. സ്വാഗതം ചെയ്യുന്നു.